തല്ലി കാലൊടിക്കാനാ ഞങ്ങൾ കൊട്ടേഷൻ എടുത്ത്. കൊട്ടേഷനൊക്കെ താൻ വിട്ടേക്ക്. കുറിപ്പിനോട് ഞാൻ പറഞ്ഞോളാം. അവര് പറയും പോലെ വേലായുധനെ തല്ലി തോപ്പിക്കാനൊന്നും സാധിക്കില്ല. വെട്ടണം, അതും പുറകിൽ നിന്ന് വെട്ടണം. ഒറ്റ വെട്ടിന് തീരുക. തനി കാട്ടുമാറാണ്ടിയാടാ. തല്ലിക്കൊന്നാലൊന്നും അവൻ ചാവില്ല. തിരിച്ചു പോകുമ്പോ കടവ് കിടന്ന് പോകണ്ട. കാട്ടിലൂടെ ഒരു വഴിയുണ്ട്. വെളുക്കുമ്പോഴേക്കും അടിവാരത്തെത്താം. വണ്ടി ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇരുട്ട താളെ തിരിച്ചറിയാൻ റിഫ്ലക്ടർ. ആ കുറിപ്പിനോടൊന്നും ചോദിക്കാൻ പറയാൻ വേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കീരിയോട് പറഞ്ഞാൽ മതി. മുള്ളൻകൊല്ലിയിലെ സഹൃദയരായ നാട്ടുകാരെ, എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുക. മുണ്ടോട്ടര ജനതാ ട്രൂപ്പിന്റെ ഗാനമേള ഉടൻ തുടങ്ങുന്നതാണ്. ഹലോ, കണ്ടിട്ടൊരു സുന്ദരിയെ പോലും ഉണ്ടല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ എല്ലാരും ഇവിടെ തന്നെ കാണണം. ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് ടാഗേക്ക് പോരാ. അല്ല മെമ്പറെ, കട്ടം പൊങ്ങുന്നതിന് മുമ്പ് ഞാനൊന്ന് പാടിയാലോ? ഗാനമേള കണ്ടൂടല്ലോ. അതല്ലേ കണ്ടു വെച്ചേക്കണത്. മെമ്പറെ കണ്ടത് നന്നായി. നമ്മുടെ കൂടെ വന്നവരൊക്കെ ഇവിടെ ആരും കാണാനില്ല. പോയാ പെൺമണികളുടെ കൺമണി, പെൺമണികൾ കണിച്ചൊരുങ്ങാൻ കൺമണി. ഇവിടെ നിൽക്കുകയായിരുന്നു. അല്ല, തുടങ്ങണ്ടേ? ഇരുട്ടത് ആള് മാറി പോകണ്ട. ശരിക്കും നോക്കി വെച്ചോ. ഞാനാ വേലായുധൻ. ഇതെപ്പ എത്തി? നമ്മുടെ ഇട്ടിമുട്ടി അവിടെ കറങ്ങി നടക്കുന്നത് കണ്ടു. ഞാനാ കഥനക്കാരന്റെ അടുത്ത് കാണും. സമയമാകുമ്പോ എല്ലാരും കൂടെ അങ്ങോട്ട് വന്നാ മതി. അല്ലെങ്കിൽ ചെക്കനെ അങ്ങോട്ട് പറഞ്ഞിട്ടാലും മതി. ഒരു പ്രത്യേക അറിയിപ്പ്. മഠത്തിൽ ദിവേഷ് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിന് പിറകുവശത്ത് എത്താൻ അഭ്യർത്ഥിക്കുന്നു. മഠത്തിൽ ദിവേഷിനെ കാത്ത് അച്ഛൻ. Come on, boy. Come on. ഓ, രക്ഷപ്പെട്ട്. ഓടിക്കളഞ്ഞു സാർ. മട്ടാഞ്ചേരിക്കാരാ. പഞ്ചായത്ത് പിരിവിട്ട് ഇറങ്ങിയതാ. നമ്മളാരാ? ഞാനാ വേലായുധൻ. ഒന്നുമില്ലേ, സാറൊരു പോലീസാണ്. ഈ പോലീസുകാരുടെ പണിയല്ല. കുണ്ടായുസം കാണിക്കുന്നവന്മാരെ നിലയ്ക്ക് നിർത്തുക. ആദ്യം നമ്മൾ മര്യാദയ്ക്ക് പറഞ്ഞു നോക്കും. കേൾക്കുന്നില്ലേ, പിടിച്ച് 4 പൊട്ടിക്കും. അതിപ്പം മന്ത്രി ആയാലും പഞ്ചായത്ത് മെമ്പർ ആയാലും കുണ്ടായുസം തന്നെ. അപ്പോ താൻ മുള്ളൻകൊല്ലിയിലെ പോലീസ് സ്റ്റേഷനാണ്, സഞ്ചരിക്കുന്ന പോലീസ് സ്റ്റേഷൻ. നമ്മുടെ കേളപ്പേട്ടന്റെ മോള് ലീല, അവൾ എന്നെ വിളിക്കുന്നത് മുള്ളൻകൊല്ലി മഹാരാജാവെന്ന്. ഞാൻ കേക്ക് വിളിക്കില്ല, എന്നാലും അങ്ങനെ വിളിക്കുന്നത്. അതെന്താ കേൾക്ക വിളിക്കാത്തത്? അതിനെന്നെ കാണുമ്പോ പേടിയാ. കൊച്ചല്ലേ, നമ്മളാണെങ്കിൽ ഇച്ചിരി അടിക്കുകയൊക്കെ ചെയ്യുമല്ലോ.
കർക്കിട മാസത്തെ മഴയ്ക്ക് മുള്ളംകൊല്ലിപ്പുഴ സാറ് കണ്ടിട്ടില്ലല്ലോ. കുത്തൊലിപ്പിന് ഇന്നതൊക്കെയാ വരിക എന്നൊന്നുമില്ല. കാട്ടാന വരെ ഒഴുകി വന്നിട്ടുണ്ട്. നാണുവേട്ടനറിയാം. പിന്നെ അങ്ങനെ ഒരു മലവെള്ള പാച്ചിൽ ഒഴുകി വന്നതാ എന്റെ അമ്മ. അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞി വാവയായിട്ട് അന്ന് ഞാനും ഉണ്ടായിരുന്നു. എന്നെ കരയിലേക്ക് പ്രസവിച്ചിട്ട് അമ്മ പിന്നെ എങ്ങോട്ട് ഒഴുകിപ്പോയി. പിന്നെ മുള്ളംകൊല്ലിയിലുള്ള എല്ലാ അമ്മമാരും ചേർന്ന് എന്നെ നോക്കിയതും വളർത്തിയതും ഒക്കെ. വളർന്ന് തണ്ടും തടിയുമുള്ള ആണൊരുത്തനാവുമ്പോ അവരുടെ കാര്യങ്ങൾ നോക്കാനും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കില്ലേ സാറേ? സാറ് പറ. നാട്ടിലൊരു പ്രശ്നം വന്ന ആണുങ്ങളാണെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇടപെട്ട് തീർക്കും അല്ലേ? എന്നാ പിന്നെ ഈ സ്റ്റേഷനും കൂടെ നിന്നെ അങ്ങ് ഏൽപ്പിക്കാം. നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ നീ തീർത്തോളൂല്ലോ. തൽക്കാലം ആ മൂലയ്ക്ക് അങ്ങനെ പോയിരിക്കെ. കാണോട്ടാ. ഓ, ഇതെന്തോന്ന് സാധനം? ഈ ഞാൻ വെച്ച മരപ്പെട്ടിയോ? രണ്ടും കൂടെ കുറേച്ച ആള് സാധു സാറേ. ആഹാ, അക്കരയ്ക്ക് ആളുണ്ടേ. ആ മെമ്പറോ വരി കേറി. കാലിക്ക് എന്താ പറ്റി മെമ്പറെ? അടി മറിഞ്ഞതാ. വൈദ്യരെ കണ്ട് മരുന്നും കുഴമ്പൊക്കെ വാങ്ങിച്ചു. മട്ടാഞ്ചേരിക്കാർ അടി മറിഞ്ഞുകൊണ്ട് കുറുപ്പിന്റെ കാലിനാ പറ്റി. ഇയാൾ ഓരോ കൂട്ടത്തിൽ വന്നല്ലേ പോയില്ലേ? വണ്ടി മിസ്സായി. മട്ടാഞ്ചേരിക്കാരെ കൊണ്ടും കാര്യം ഉണ്ടായില്ലല്ലോ മെമ്പറെ. അപ്പോ നാട്ടുകാരൊക്കെ പിരിച്ച കായ് തിരിച്ചു കൊടുക്കുവോ? എന്തിനാ തിരിച്ചു കൊടുക്കുന്നത്? അതുകൊണ്ട് വേലാതിനെ പോലീസ് പിടിച്ചില്ലേ? ഇനി 5-6 മാസം അകത്ത് കിടക്കും. അതിനുള്ള വകുപ്പുകളൊക്കെ ഈ കുറിപ്പ് പോലീസിന് പറഞ്ഞു കൊടുത്തിട്ടാ വന്നത്. ശിക്ഷ 6 മാസം എന്നുള്ളത് 1 കൊല്ലത്തേക്ക് നീട്ടാനുള്ള വകുപ്പുകൾ പഞ്ചായത്ത് വക ഗ്രാൻഡായിട്ട് വേറെയും കൊടുക്കും. അല്ല ഇപ്പൊ പോണില്ലേ? അവനെ ഞാൻ കൂടെ നിർത്തിയതാ. കിട്ടാക്കുറ്റി കടകൾ കുറെ പിരിച്ചെടുക്കാനുള്ളതാണ്. പേരിനെവരും ഒരു ഗുണ്ടയാണല്ലോ. ഇന്നലെ എന്റെ കോൺസെൻട്രേഷൻ മാറിപ്പോയതാണ്. ഇനി അവൻ എന്റെ മുന്നിൽ വരട്ടെ. ഇട്ടിമുട്ടുന്ന പവർ ഞാൻ കാണിച്ചു കൊടുക്കാം. ആ ഈ എത്തിയോ? അവിടേക്ക് ഞാൻ തോണി തിരിക്കാം. ഞങ്ങൾ അക്കരക്കാക്കിട്ട് പോകും. തോണി മടക്കണ്ട, ഞാൻ വന്നോളാം. ഇടിപൊട്ടി നീ പോയില്ലേ? ഓൻ എന്റെ കയ്യും കാലും ഒടിക്കാണ്ട് പോവില്ലാന്ന് വാശി. അങ്ങനെയാണോ? അത് ഞാൻ വെറുതെ പറഞ്ഞതാ. ഇവരെ വിദ്യകളാക്കി പേടിക്കണ്ട. നിനക്ക് നീന്താൻ അറിയാം? ആ എന്നാ ചാടി നീന്തിക്കോ. ഇപ്പൊ പോയ അക്കരയ്ക്ക് അങ്ങാടി ബസ്സുണ്ട്. വണ്ടിക്കാശിന്റെ കയ്യിൽ അത് കുറിപ്പ് വരും. മെമ്പറെ ഇവന്റെ ബസ്സിന്റെ പൈസ കൊടു. ചില്ലറേറ്റ് തന്നാ മതി. നോട്ടായ നനയും. ഇക്കുറി മഴ കുറച്ച് പൊടി പൊടിക്കുന്ന തോന്നണേ. ഏതായാലും ഒരാഴ്ചക്ക് ഇനി കടത്തിറക്കാൻ നോക്കണ്ട.